നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല. വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അവർ അത് മുടക്കുന്നത്? രക്ഷാകർതൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ കണ്ണടച്ചിരട്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. എത്രയോ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ല. അതെന്തൊരു ന്യായമാണ്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ ഒരു ന്യായം എങ്ങനെയാണ്? കുട്ടികളുടെ എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും ചോദിക്കണം. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഉച്ചക്കഞ്ഞി മുടങ്ങുന്നത്? അപ്പോൾ ലീഗുകാർ പറയുന്നത് ഞങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ, ഞങ്ങൾ രക്ഷാകർതൃ സമിതിയാണ്. ആരാണ് രക്ഷാകർതൃ സമിതി? അപ്പോൾ നിർബന്ധിച്ചാണ് കടയടപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കടകളൊന്നും തുറക്കുന്നില്ല. അത് ശരിയായ ഒരു സമീപനമല്ല. പുരോഗമന പാർട്ടികൾ തന്നെ അതിൻ്റെ രംഗത്ത് വന്നിട്ട് അതിനെതിരെയുള്ള സമീപനം എടുക്കണം. വലിയ പുരോഗമനം പ്രസംഗിച്ചാൽ പോരാ. ഈ നേരത്തെ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെയാണ്. ഈ പഠനത്തിനൊരു കമ്മീഷനെ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ല, എൻ്റെ ചോദ്യം അതാണ്. ഞാനിപ്പോൾ രാജ്യത്താകമാനം ജാതി സെൻസസ് നടത്തണമെന്ന് വീറോടെ വാശി പിടിക്കുന്നവർ കേരളത്തിലെ പിന്നോക്ക ജാതിക്കാർക്ക് ലഭിക്കുന്ന സംവരണാനുകൂല്യം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ പോലും തയ്യാറാവുന്നില്ല.